ज़्यादा कुछ जानकारी नहीं रखता था। और इसी के कारण से परमेश्वर ने ऐसा एक अवसर मुझे दिया कि मैं एक टीम के साथ, एक दल के साथ मैं इस अंडमान और निकोबार इन द्वीप में मैं पहुंच सकूं। അൻഡമാൻസിലേക്ക് വരുവാൻ വേണ്ടി ഞങ്ങള് ദ്വീപില് വരുവാൻ വേണ്ടി മദ്രാസ് എയർപോർട്ട് മദ്രാസിലെ ഹാർബറിൽ വന്നപ്പോൾ ഞാനോർത്ത് ദ്വീപെന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ താമസിക്കുന്ന എവിടെ ആളുകൾ എനിക്ക് എത്ര പേര് കാണും ഒന്നും അറിയില്ല. പക്ഷെങ്കിൽ മദ്രാസിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് 2000-ലധികം പേര് കയറുന്ന ഒരു വലിയ കപ്പൽ. അപ്പം കപ്പലിലാണ് ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അതിനോട് കാല് വെക്കാൻ ഇടം കിട്ടാത്തതുപോലെ തിരക്കുമായിരുന്നു. और मैं द्वीपों के बारे में इस प्रकार का समझ रखता था कि जो है एक छोटा सा टापू होगा जहां पर कुछ लोग रहते होंगे, परंतु जब हम मद्रास में से जो बंदरगाह में से हम लोग जब यात्रा के लिए शुरुआत कर रहे थे तो बड़ा सा एक जहाज था जिसमें 2000 करीब लोग उसमें शामिल थे। और उस जहाज में पैर रखने के लिए भी जगह नहीं थी, इतने भीड़ उस जहाज में भरा हुआ था। അങ്ങനെ ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്ക് 2000 രൂപ അല്ലാതെ കയറാൻ തയ്യാറായി. ടിക്കറ്റ് കിട്ടാതെ നിൽക്കുന്നവർ വേറൊരു കൂട്ടം താഴെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാൽ കുത്താൻ ഇടയ ഹാർബറിൽ ഉണ്ടായിരുന്നില്ല. और टिकट सही से टिकट लेकर यात्रा करने वाले कुछ लोग थे, बिना टिकट से या चालू टिकट में यात्रा करने के लिए कुछ और लोग थे। तो ऐसे देखा जाए तो उस किनारे में बहुत सारे लोग थे, पैर रखने के लिए भी जगह वहां पर नहीं था। ഇവിടെ ദൈവം പോയാൽ 1974 നവംബർ മാസം 11-ാം തീയതി ദൈവം ഈ ദേശത്തെ എന്നെ കൊണ്ടുവന്നു. और प्रभु की दया से इस क्षेत्र में मुझे 1974 में परमेश्वर ने इस स्थान में मुझे ले आया। അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും അനുഭവിച്ച് ജീവിപ്പാനിടയായി. और उस समय से लेकर आज तक परमेश्वर की इस उपस्थिति को, परमेश्वर का अनुग्रह को अनुभव करते हुए यहाँ तक प्रभु ने मुझे ले आया है। ഈ അണ്ടമാനിൽ 572 ദ്വീപുകളുണ്ട്. और इस अंडमान्स के अंदर जो है 572 से भी ज्यादा जो है द्वीप अंदर ही अंदर पाए जाते हैं। ട്രൈബൽസ് ലാംഗ്വേജ് ഉൾപ്പെടെ 26 ഭാഷക്കാരുണ്ട്. और जो है स्थानीय भाषा बोलने वाले जो लोग हैं उनके भाषा ही 22 से भी ज्यादा भाषाएं वहां पर पाई जाती हैं। എനിക്ക് പല ഭാഷകൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഏതായാലും ദൈവം എന്നോട് പറഞ്ഞു നീ ഇവിടെ പാർത്തുണർന്നിരിക്കാം. और मुझे ऐसे अलग अलग भाषाओं को सुनना और बोलना बहुत पसंद है, इसलिए प्रभु ने मुझसे कहा कि तू यहाँ पर ठहर रहना। അവിടെ ടെലിഫോൺ ഇല്ല, ഫ്ലൈറ്റ് ഇല്ല. പിന്നെ കപ്പൽ 40 ദിവസം 30 ദിവസത്തേക്കൊക്കെ ഇടയിൽ കൽക്കട്ടയിൽ നിന്നോ മദ്രാസിൽ നിന്ന് വന്നാലാണ് റേഷൻ പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. जहाँ पर जो है किसी भी प्रकार का जो संपर्क करने के लिए टेलीफोन नहीं है या किसी भी प्रकार का साधन नहीं है कि हम यात्रा कर सके। 30-40 दिन में एक जहाज आती है, या तो कलकत्ता से या तो चेन्नई से। उस जहाज आने से ही हमें जो है राशन पानी का सुविधाएं होती हैं। നല്ല ആസ്പത്രി ഒന്നുമില്ല. अच्छे अस्पताल यहाँ पर नहीं है। അങ്ങനെ ഒത്തിരി ഇല്ലായ്മകളുടെ നടുവില് ദൈവം ഞങ്ങളെ ഇത്രത്തോളം അത്ഭുതകരമായി നടത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് പോകുകയാണ്. और ऐसे बहुत सारे कमियों के बीच में परमेश्वर ने बड़े अद्भुत रीति से हमें चलाया। इन बातों को बताते हुए मैं वचन की ओर प्रवेश करना चाहता हूँ। നമ്മുടെ നാട്ടിലെ സ്വന്തക്കാർ ഒരാൾ മരിച്ചാൽ പോലും പോയി കാണാൻ ഒക്കത്തില്ല. ഞാൻ പോയിട്ടില്ല. അമ്മ മരിച്ചു, സഹോദരൻ മരിച്ചു, എനിക്ക് പോകാൻ പറ്റിയില്ല. കപ്പലില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. और मान लीजिए कि हमारे गांव में यदि हमारे हमारे स्वदेश में यदि कोई हमारे प्रिय लोग गुजर भी जाए तो उनको जाकर मिलने का भी एक अवसर हमें नहीं मिलता। प्रभु के दास के जो है माँ गुजर गए, उनके भाई गुजर गए, और इन दोनों को भी जाकर मिल नहीं पाए क्योंकि वहां पर आने जाने का सुविधाएं ज्यादा नहीं होती हैं। ഇവിടെ വന്നാൽ പിന്നെ ഒരുമാതിരി ജയിൽ പോലെയാണ്. അഴിയില്ലെന്നേ ഉള്ളൂ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. ചുറ്റും കടലാണ്. അങ്ങോട്ടും ഓടി പോകാൻ പറ്റത്തില്ല. और यहाँ पर आएंगे तो ऐसे लगने लगेगा कि आप एक जेल में बंद हैं। और यहाँ वहाँ आप यात्रा कर सकते हैं लेकिन आपके चारों ओर समुद्र से घेरे हुए हैं।
എന്നാൽ ഈ ദ്വീപുകളെ വന്നപ്പോൾ ദൈവം എനിക്ക് വലിയൊരു ആത്മഭാരം തന്നു. ഈ ദ്വീപുകളിലുള്ള ചില ഭാഷകളൊക്കെ പഠിപ്പാനും ദൈവവചനം അറിയിപ്പാനും തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ദ്വീപുകളിൽ സന്ദർശിച്ച് സുവിശേഷം എത്തിക്കുവാനും ദൈവത്തിന്റെ വചനം അവിടെ എത്തിപ്പാനും ഇടയാക്കിയിട്ടുണ്ട്. परंतु इस द्वीप में जब से मैं आया हूँ तब से परमेश्वर ने कई भाषाओं को सीखने के लिए, बोलने के लिए मुझे सहायता किया, और उसी के द्वारा मैं वहाँ उन लोगों के बीच में परमेश्वर के सुसमाचार को पहुंचाने के लिए प्रभु ने मदद किया। एक शोर से लेकर दूसरा किनारे तक जाकर अनेक लोगों को प्रभु के बारे में बताने का अवसर प्रभु हमें देते आया है। ഇങ്ങനെ സാധാരണ നിലയിലുള്ള ശുശ്രൂഷ അല്ല ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പറയാൻ കാരണം, വേറെ ഒരു സഹായം നമ്മൾ ഈ ബൈബിളിൽ വായിച്ചിട്ടുള്ളതൊക്കെ ഉപമകളാണ്, ദൃഷ്ടാന്തമാണ്. യേശു ചെയ്ത അത്ഭുതം, അബ്രഹാം ചെയ്ത അല്ല ഏലിയാവ് ചെയ്ത അത്ഭുതമൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ്. ആ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ സാക്ഷികളാണ് ഞങ്ങൾ. और यहाँ पर प्रभु ने हमें अद्भुत रीति से चलाया है। कहने का कारण यह है क्योंकि हमने वचन में कई बार यीशु मसीह ने किया हुआ अद्भुत कार्यों को, एलिया ने किया हुआ आश्चर्य आश्चर्य के कार्यों को हमने पढ़ा है। परंतु इस द्वीप में हम जब रह रहे हैं तो यहाँ पर हमारे जीवन में जो कोई भी कार्य हुआ है वो अद्भुत काम के समान ही हमारे जीवन में कार्य किया है। ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളോ അത്ഭുതങ്ങളോ വർണ്ണിപ്പാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ് നീ അത് എഴുതാൻ പറഞ്ഞു. ചിലതൊക്കെ ഞാൻ എഴുതിയൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. और परमेश्वर ने किया हुआ उपकारों को और बड़े बड़े कार्यों को मैं ज्यादा वर्णन नहीं कर सकता हूँ। तो परमेश्वर की आत्मा ने मुझसे इस प्रकार से कहा कि तू एक पुस्तक को लिख लेना। तो कुछ कुछ बातों को मैंने वहां उस पुस्तक में लिख कर रखे हुए हैं। നിശ്ചയമായി അത് ആ പുസ്തകം അനേകായിരങ്ങൾക്ക് അത്ഭുതമായി അതിശയകരമായി വായിച്ചപ്പോൾ അവരുടെ ഹൃദയത്തെ രൂപാന്തരം ഉണ്ടാകത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയാനിടയായി. और निश्चय रीति से वो वचन, जो पुस्तक जो है, अनेक हजारों के हृदय में बड़े अद्भुत कार्यों को, आश्चर्य के कार्यों को किया है, और प्रभु की आत्मा ने उनके जीवन में काम किया है कर कर मैं मुझे जानने का अवसर प्रभु ने दिया। ഇന്നത്തെ ഒരല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. आज थोड़ा समय का मनन के लिए हम आए बाइबल से। यूहन्ना रचित सुसमाचार 14 अध्याय उसके 18वां वचन को हम पढ़ेंगे। നമുക്ക് സാധാരണമായി നമ്മുടെ വീടുകളിൽ വാക്യ ബോർഡുകളിലൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു വചനമാണിത്. और साधारण रीति से सब जगह पर बोले जाने वाले या बताए जाने वाले वचनों में से एक है ये। അതിന് ആ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. और वहां पर इस प्रकार से लिखा हुआ है कि मैं तुम्हें कभी अनाथ नहीं छोड़ूंगा, मैं तुम्हारे पास आता हूँ। ഇത് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് കൂടെ തന്നെ ആയിരുന്നപ്പോൾ അവസാനമായിട്ട് പറഞ്ഞ ഒരു പ്രസ്താവനയായത്. यहाँ यीशु मसीह जो है अपने चेलों के साथ रहने के समय में अंतिम समयों में कहा हुआ एक प्रस्ताव है, यह जो हमने आज पढ़कर सुना है। യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചോദിക്കുന്ന ഒരു സമയമാണ് ഇവിടെ വായിക്കുന്നത്. यीशु मसीह जो है अपने चेलों से स्वर्ग में जाने की और उनसे कुछ बातों को कहने वाली बातों को हम यहाँ पर पढ़कर सुने हैं। യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു ഭവനത്തിൽ കൂടി അത്താഴം കഴിച്ചതായിട്ട് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 13वें अध्याय में पढ़ते हैं कि यीशु मसीह ने अपने चेलों के साथ एक भवन में मिलकर उनके आखिरी भोजन में उन्होंने भाग लिए। അത് വിരിച്ചൊരുക്കിയ ഒരു വന്മാളികയായിരുന്നു നമ്മുടെ വായിക്കുന്നുണ്ട്. और वचन में इस प्रकार से पढ़ा जाता है कि वो एक पहले से ही तैयार किया हुआ एक महल जैसा था। യേശു ചോദിച്ചതുകൊണ്ട് ആ വീട്ടുകാരൻ അത് വിട്ടുകൊടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. और ये बात भी हम वहां पर समझ पाते हैं कि यीशु मसीह ने वहां पर उस घर मालिक से विनती किया और उसने वहां उनके लिए सुविधाओं को तैयार कर दिया है। അപ്പോൾ അങ്ങനെ ഒരു വലിയ ഭവനം കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു ചിന്താഗതി വന്ന് കാണും, എടാ യേശുവിന് പരിചയക്കാർക്ക് ഇത്രയും ധനികന്മാരായ ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം വീടുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾക്കൊന്നും വീടൊന്നും ഇല്ലല്ലോ എന്നവർ വ്യാകുലപ്പെട്ട് ഇരിക്കുമ്പോൾ യേശു പറഞ്ഞ വചനമാണ് 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
यहाँ पर हम जान पाएंगे कि यीशु मसीह आमीन इस प्रकार से बड़े बड़े महलों में जब अपने अंतिम भोजन के लिए व्यवस्थाओं को तैयार कर रहा है, तो हो सकता है कि चेलों के मन में ऐसे एक विचार आया होगा कि यीशु को पहचान रखने वाले लोगों के पास इतने इतने बड़े बड़े मकान हैं, सब कुछ उनके पास है, लेकिन चेलों ने अपने जीवन को जब देखते हैं तो उनके पास एक रहने के लिए स्थान भी नहीं है। उसी कारणवश यीशु मसीह उस 14 अध्याय के पहले वचन में लिखता है, तुम्हारा मन व्याकुल ना हो, परमेश्वर पर विश्वास रखो। എന്നിട്ട് യേശു പറയാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്ക ചേർത്ത്. കാരണം അവരുടെ ഹൃദയത്തിൽ അപ്പോഴത്തെ ചിന്ത, യേശു പറഞ്ഞു അവർക്ക് സ്വന്തം വീടില്ല. ഈ യേശുവിന് സ്വന്തക്കാരായ പരിചയക്കാർക്ക് വലിയ വീടൊക്കെ ഒരു വീഴ്ചയൊരുക്ക വന്മാളികയുണ്ട്. എന്നാൽ ഞങ്ങളെല്ലാം വീട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്തോ കിട്ടി? ഒന്നും കിട്ടിയില്ല എന്നൊരു ചിന്താഗതി. यहाँ पर उसके दूसरे अध्याय में यीशु मसीह कहता है कि मेरे पिता के घर में बहुत सारे रहने का स्थान है, यदि ना होता तो मैं तुमसे कह देता, क्योंकि मैं तुम्हारे लिए जगह तैयार करने जाता हूँ। तो इस प्रकार से जब यीशु ये कह रहा था, तो यीशु ने जान लिया कि चेलों के हृदय में इस प्रकार की व्याकुलता आई हुई है कि यीशु को पहचान रखने वालों के जीवन में उनके पास बड़े बड़े महल है, बड़े बड़े संपत्ति हैं, परंतु सब कुछ छोड़कर आए हुए यीशु मसीह के चेलों के जीवन में कुछ भी नहीं है, रहने का एक स्थान भी नहीं है। तो उन बातों को ध्यान रखते हुए यीशु मसीह इन बातों को उन्हें बता रहा है। സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനത്തെ കുറിച്ച് അവർക്ക് നല്ലൊരു ഉൾക്കാഴ്ച കൊടുത്തു യേശു. और यीशु मसीह ने जो है स्वर्ग में उनके लिए जो भवन तैयार कर रहा है, उसी के विषय में एक सही सा एक चित्र उन्हें दिया। അങ്ങനെ പറഞ്ഞ വാക്യത്തിൽ ഒന്നാമത്തെ ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്റെ അടുക്കൽ വരും. ऐसे कहे हुए वचनों में से सबसे आमीन एक वचन हमने अभी आज 18वें पद में पढ़ा है कि मैं तुम्हें अनाथ नहीं छोड़ूंगा, मैं तुम्हारे पास आता हूँ। യേശു ആദ്യം പറഞ്ഞു ഞാൻ നിങ്ങളെ വിട്ട് സ്വർഗത്തിൽ പോവുകയാണ്, ഞാൻ വീട് ഒരുക്കാൻ പോകും, ഞാൻ പോയി വീട് ഒരുക്കിട്ട് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. यीशु मसीह पहले कह रहा है कि मैं तुम्हें छोड़कर स्वर्ग जा रहा हूँ, मैं तुम्हारे लिए घर बनाने जा रहा हूँ, और आमीन तुम्हारे लिए घर तैयार करने के पश्चात मैं तुम्हें लेने के लिए आऊंगा। എന്നാൽ എന്റെ ശാരീരികമായ സാന്നിധ്യം നിങ്ങളുടെ അടുക്കൽ ഉണ്ടാവില്ലായിരിക്കുക, എന്നാൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് യേശു പറഞ്ഞു. संभव है कि मेरी शारीरिक उपस्थिति तुम्हारे पास नहीं होंगे, परंतु यीशु मसीह उनसे ये वायदा देता है कि मैं तुम्हें कभी अनाथ नहीं छोड़ूंगा। ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വീടൊരുക്കാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ അതുകൊണ്ട് വ്യാകുലപ്പെടാൻ പാടില്ല. मैं जा रहा हूँ तुम्हारे लिए घर बनाने के लिए, आमीन जा रहा हूँ, तो इसलिए तुम्हें व्याकुल होने की आवश्यकता नहीं है। പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഓരോരോ വാഗ്ദത്തങ്ങള് ആ സാഹചര്യം അനുസരിച്ച് നമ്മളോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര ഊഴോട് പുളകിതരായി സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. और प्रभु के लोगों, परमेश्वर के एक एक वायदाएं जो परमेश्वर हमारे जीवन में हमें ये बात को कहता है, तो हम अपने जीवन में कितने आनंदित और खुशी के साथ परमेश्वर की उपस्थिति में हमें आमीन आनंद मनाना है। യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്നും കൂടാ പറഞ്ഞു. यीशु मसीह ने केवल यही नहीं कहा कि मैं तुम्हें अनाथ नहीं छोड़ूंगा, परंतु ये भी बात कहता है कि मैं तुम्हारे पास आता हूँ। അപ്പോൾ കർത്താവ് നമ്മുടെ അടുക്കൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാ കർത്താവ് നമ്മുടെ അടുക്കൽ നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം. और यीशु मसीह ने जो वायदा दिया है कि मैं आमीन हमेशा से तुम्हारे साथ रहूंगा, तो ये वायदा प्रभु आमीन जब पूरा करता है, तो उसका आमीन अर्थ यही है कि परमेश्वर का उपस्थिति हमारे पास आते हैं और परमेश्वर हमारे जीवन में अपनी आमीन वायदाओं को इस प्रकार से पूरा करता है। യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അടുത്ത് ചെന്ന ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. यीशु मसीह ने जैसे ही कहा कि मैं तुम्हारे पास आता हूँ, ऐसे पास गए हुए कुछ ऐसी घटनाओं को मैं आपको याद दिलाना चाहता हूँ। ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം
लूका रचित सुसमाचार उसके 24वें अध्याय അതിന്റെ 15-ാമത്തെ വാക്യത്തില് वहां 15वें वचन में इस प्रकार से हम देखते हैं। ഇങ്ങനെ വായിക്കുന്നത്, യേശു അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. वहां पर इस प्रकार से लिखा हुआ है कि यीशु मसीह उनके पास आकर उनके साथ हो लिया। നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. परमेश्वर की पवित्र आत्मा हमसे बातें करते रहते हैं। നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. आप सभी लोग प्रार्थना पूर्वक प्रभु की उपस्थिति में बैठना है, मैं आपको याद दिला रहा हूँ। ഈ പ്രയർ 4 മണിക്ക് തുടങ്ങുന്നതാണ്. ये जो प्रार्थना सभा है सवेरे 4 बजे शुरू होने वाली प्रार्थना है നല്ല ഉറങ്ങേണ്ട ആണത്. और अच्छे से सोने वाला एक समय है वो 4 बजे का समय जो। ഇതിനകത്ത് ഉറങ്ങിയാലും ആരും കാണത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. और इसमें बैठ के सोने से भी कोई देखेगा नहीं, वो एक अगला आमीन सच्चाई है। നിങ്ങൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കും, ദൈവവും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. आप जब प्रभु की उपस्थिति में बैठते हैं तो प्रभु से प्रार्थना करते हुए बैठना है कि हे प्रभु हमसे बातें कर, ऐसे एक നിങ്ങൾ अनुभव में प्रभु आप बैठे। നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്റെയും ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സാജൻ ബ്രദറിനെയും ഓർക്കുകയും ചെയ്യണം. और आपके प्रार्थना में प्रभु के इन दोनों दासों को जो वचन बोल रहे हैं और अनुवाद कर रहे हैं, दोनों को याद करते हुए प्रार्थना करना है। ഞാനും എല്ലാ ദിവസവും 4:30 എഴുന്നേറ്റിട്ട് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഓൺലൈനിലേക്ക് ആയിരുന്നു. और मैं भी प्रभु के दास भी हर दिन सवेरे 4:30 बजे उठते हैं, अनेक विषयों के लिए वे प्रार्थना करते हुए यहाँ पर वे आज बैठे हुए हैं। ഞാൻ പ്രാർത്ഥിക്കുന്നത് ധാരാളം ആൾക്കാരുണ്ട്, കാരണങ്ങളുണ്ട്, നമ്മുടെ ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓൺലൈൻ പ്രയറിൽ വരുന്നത്. और प्रभु के दास भी बहुत सारे लोगों के लिए प्रार्थना करते हैं, बहुत सारे कारणों के लिए वे प्रार्थना करते हैं। वे सब करने के पश्चात वे इस ऑनलाइन प्रेयर में जुड़ते हैं। ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് 13-ാം വാക്യം, അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവത്തിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. लूका के सुसमाचार 24वें अध्याय के 13वें वचन में इस प्रकार से हम देखते हैं, उसी दिन उनमें से 2 जन इम्मौस नामक एक गांव को जा रहे थे जो यरूशलेम से कहीं 7 मील की दूरी पर था, और इन बातों को जो हुई है आपस में बातचीत करते हुए जा रहे हैं। അവര് യേശുക്രിസ്തു പറഞ്ഞതുപോലെ കഷ്ടം അനുഭവിച്ചു, കുരിശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. और वहां वे इस प्रकार से कह रहे हैं कि यीशु मसीह ने जिस प्रकार से कहा था कि यीशु मसीह ने अपने जीवन में कष्ट को अनुभव किया और आमीन वो क्रूस पर मारा गया और तीसरा दिन वे जी उठे हुए हैं, ऐसे आमीन बातों को वे चर्चा कर रहे थे। 24-ാം അധ്യായം 11-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. സ്ത്രീകൾ പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റ് വന്നു, പക്ഷെ ഇതവർക്ക് കഥ പോലെ തോന്നി, അവരത് വിശ്വസിച്ചില്ല. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ചെന്നു, കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു, സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോകുന്നു. और आमीन उसके 24 के 11 में अब पढ़ते हैं, तो वहां पर जब उन स्त्रियों ने आकर यीशु मसीह के इन बातों का विवरण दिया तो वहां इस प्रकार से लिखा है, परंतु उनकी बातें उन्हें कहानी सी जान पड़ी क्योंकि उन्होंने उनकी प्रतीति ना की। तब पतरस उठकर कब्र पर दौड़ गया और झुककर केवल कपड़े पड़े देखे और जो हुआ था उससे अचंभा करता हुआ अपना घर चला गया। അപ്പോൾ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവർക്ക് ഒരു കഥ പോലെ തോന്നി. അവരെല്ലാവരും അത് വിശ്വസിച്ചില്ല. ചില സ്ത്രീകൾ മാത്രമേ അപ്പോൾ യേശുവിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. और यीशु मसीह मरा है और जी उठकर स्वर्ग चला गया है, इस बात के प्रति आमीन यीशु मसीह के चेलों ने विश्वास नहीं किया। केवल उनको ऐसे लगने लगा कि ये केवल एक कहानी है। उन यीशु मसीह को देखे हुए कुछ स्त्रियों ने ही उस बात का प्रतीति किया था। അപ്പോൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണാത്തവരുടെ ഉള്ളിലെല്ലാം നിരാശ ഉണ്ടായി. तो
जो यीशु मसीह मरकर जी उठा है, उस यीशु मसीह को ना दिखाई देने के कारण यीशु के पीछे हुए लिए लोगों के हृदय के अंदर एक निराशा उत्पन्न होने लगा। इसलिए അതുകൊണ്ട് അവർ രണ്ടുപേര് വീട് സ്വന്തം മടങ്ങിപ്പോവുക, യെരുശലേമിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. और उसमें से हम देखते हैं 13वें आयत में हमने पढ़ा कि उनमें से दो चेले जो हैं अपने घर की ओर यरूशलेम को छोड़कर जा रहा है। 3.5 വർഷക്കാലം അത്ഭുതകരമായ ശുശ്രൂഷയ്ക്ക് പങ്കാളികളായി തീർന്നവര്, റൊട്ടി മുറിച്ചു കൊടുത്തപ്പോ വിതരണം ചെയ്തവര്, രോഗികളെ സൗഖ്യമായപ്പോ കണ്ടോണ്ട് നിന്നവര്, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്ന ഈ രണ്ടുപേര്, ഒരു പക്ഷേ കളയഭാവം എന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഭാര്യയും ആ ഒരു രണ്ട് ശിഷ്യന്മാര് നിരാശയോടെ അയ്യോ ഇനി എന്തോ പ്രയോജനം, ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം, മടങ്ങി പോകാനായിട്ട് അവർ തീരുമാനിച്ച് തന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങി പോവുകയാണ്. और ये जो चेले हैं ये 3.5 साल या 3 साल जो हैं प्रभु यीशु मसीह के साथ अनेक सेवकाइयों में भाग लिए हुए लोग थे। अमीन, अनेक अद्भुत अमीन चमत्कारों में अमीन गवाह बने हुए लोग थे। और इन सारी कार्यों में अमीन भाग लेने के बावजूद अमीन यहाँ पर यीशु मसीह को ना दिखाई देने के कारण निराशा में आकर लौट कर जाने वाली अवस्था में उनको देखते हैं। അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് രാത്രിയായപ്പോ വീട്ടിലോട്ട് പോവുകയാണ്. और वचन कहता है कि वे आपस में बातें करते हुए, आपस में विचार करते हुए वे घर की ओर लौट रहे थे। നമ്മളുടെ ജീവിതത്തിൽ പ്രകാരമുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. कई बार हमारे भी जीवन में ऐसी अनुभवों को हमने कई बार आमेन हमें सामना किया है। നമ്മൾ വിശ്വസിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ജീവിതത്തിൽ നിരാശ ഉണ്ടാകാറുണ്ട്. कई बार हमने जैसे विश्वास किया है या जैसे उम्मीद किया है वैसे काम ना होने से हमारे अंदर भी एक निराशा छा जाती है। നമുക്ക് ലഭിച്ച വാഗ്ദത്തം പോലെ എല്ലാ കാര്യങ്ങളും ഉടനടി നടക്കാതെ വരുമ്പോൾ നമുക്കും മനസ്സിന് നിരാശയും ദുഃഖവും തോന്നാറുണ്ട്. हमें मिला हुआ वायदा के अनुसार हर एक कार्य तुरंत ना होने पर हमारे अंदर भी कई बार एक निराशा सा अनुभव को आने लगता है। അതുപോലെ എമൗസുകാരായ ഈ രണ്ടുപേരുടെ ജീവിതത്തില് അങ്ങ് പ്രകാരമുള്ള നിരാശ ഉണ്ടായി. और ऐसे ही ये एमोस के और जाने वाले इन दो चेलों के हृदयों में भी जीवन में भी एक निराशा का अनुभव आने लगा। ഒരുപക്ഷെ രണ്ട് ശിഷ്യന്മാരായിരിക്കാം, ഇല്ലെങ്കിൽ ക്ലയോഫാവിന്റെ ഭാര്യയും ആ കൂട്ടത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് ഭാര്യയും ഭർത്താവും ആവാം. ഏതായാലും രണ്ട് ശിഷ്യന്മാരാണ്. हो सकता है कि यीशु मसीह के चेलों में से कोई दो हैं, और या फिर वचन में यहाँ पर बताया जाता है कि क्लेoपास और उसकी पत्नी वे भी जो सेवकाई में शामिल थी उनमें से कोई दो होंगे। ഏതായാലും ഒരു നിരാശയുള്ള സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ और जो भी हो ये लोग जो हैं बड़ी निराशा के साथ आमीन आमीन अपने अपने गांव में लौट कर जा रहे हैं। യേശു താനും അടുത്തു ചെന്നു എന്ന് വായിക്കുന്നു 15-ാമത്തെ വാക്യത്തില്. परंतु 15वें आयत में हम ये बात को पढ़ते हैं कि यीशु मसीह उनके पास आकर उनके साथ हो लिया। എന്നാൽ യേശു വാഗ്ദത്തം ചെയ്തത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. और इस बात को भी हमें ध्यान रखना है कि यीशु मसीह ने पहले इन्हें वायदा दिया था कि मैं तुम्हें अनाथ नहीं छोड़ूंगा, मैं तुम्हारा साथ रहने वाला परमेश्वर हूँ। എന്നാൽ യേശു അടുത്ത് ചെന്നിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ അവരുടെ കണ്ണ് മങ്ങിയിരുന്നു എന്ന് വായിക്കുക. परंतु यहाँ इस वचन में हम देखते हैं कि यीशु मसीह उनके साथ होकर चल रहे थे, परंतु ये यीशु मसीह को पहचान नहीं पाए, देख नहीं पाए, कारण उनकी आंखें धुंधली पड़ गई थी। എന്നാലും അവർ സംസാരിക്കുന്നത് യെരുശലേമിൽ നടന്ന കർത്താവിന്റെ കഷ്ടാനുഭവങ്ങള്, ക്രൂശീകരണം, ഇതെല്ലാം അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. परंतु वे लोग जो बातें कर रहे हैं यरूशलेम में हुआ यीशु मसीह का कष्ट का अनुभव, जो क्रूस का अनुभव है, उन सारी बातों के प्रति वे आपस में चर्चाएं कर रही थी। നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വർഷവും യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചും ക്രൂശ് മരണത്തെ കുറിച്ചും ഉപവാസം എടുത്ത് മാസങ്ങളോളം ഉപവാസമൊക്കെ എടുത്ത് ആളുകൾ സംസാരിക്കുന്നുണ്ടാവും. എങ്കിലും അവരുടെ കണ്ണ് തുറന്ന് അടഞ്ഞിരിക്കുക ഇന്ന് കാലത്ത്.
आज भी हम दुनिया भर में लोगों को देखते हैं कि उस समय यीशु मसीह के कष्ट का अनुभवों को 40 दिन तक उपवास लेते हुए लोग उस बातों को आपस में चर्चा करते हैं, सुनते हैं, बोलते हैं, परंतु आज भी कईयों का आंखें बंद पड़ी हुई हैं। അവർക്ക് യേശുവിനെ കാണേണ്ടത് പോലെ കാണാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ. और वो लोग जो हैं यीशु मसीह को जिस प्रकार से देखना चाहिए था वैसे ना देख पाने का ऐसी अवस्थाओं को हम देखते हैं। അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് അടുത്ത ദിവസം യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന അന്നത്തെ ജീവിത രീതി എന്താ? നിങ്ങളുടെയൊക്കെ ദേശത്തുണ്ടല്ലോ, നമ്മളൊക്കെ അങ്ങനെയാ, ഞാനും അങ്ങനെ ആയിരുന്നു പണ്ട്. പക്ഷേ അന്നെന്റെ और കണ്ണ് അടഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ സംസാരിച്ചത് യേശുവിനെ കുറിച്ചാ, വായിച്ചത് യേശുവിനെ കുറിച്ച് പ്രവചനങ്ങളാ. ഇതൊക്കെ ശരി തന്നെയാ, പക്ഷേ എന്റെ കണ്ണ് അന്ന് അടഞ്ഞിരിക്കുകയായിരുന്നു. हम भी कई बार, हम में से कई लोगों ने शायद ऐसे अनुभवों को किया होगा कि 40 दिन तक यीशु मसीह के उस कष्ट का अनुभव करते हुए, उपवास को लेते हुए, यीशु मसीह के बारे में चर्चाओं को करते हुए, जैसी वो दिन समाप्त होता है तो वहां बाहर निकल कर जो जो कार्यों को हमने किए हैं, प्रभु के दास भी कहते हैं कि वे भी ऐसे सब करते आए थे, क्योंकि उनकी भी आंखें उन दिनों में बंद थी, वे सही बातों को समझ नहीं पा रहे थे। അന്ന് യേശുക്രിസ്തുവിന്റെ കുരിശിലെ മൊഴികൾ, 7 മൊഴികളൊക്കെ ഒരു ക്രമം തെറ്റാതെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. और उन दिनों में जो है यीशु मसीह के उस क्रूस में रहते हुए जो 7 वचनों को यीशु मसीह ने बताया था, बिना क्रम आमीन तोड़े हुए सही रीति से बोल पाते थे और उसी के बारे में प्रचार भी किया करता था। യേശുക്രിസ്തു കയ്പുനീര് കുടിച്ചതിന് നമ്മൾ പാവയ്ക്കാന്നീര് കുടിക്കുന്നവരുമുണ്ട്. और यीशु मसीह ने जिस प्रकार से उस आमीन कड़वे आमीन पानी को जिस प्रकार से उसने पिया, वैसे आज के दिनों में लोग आमीन जो है करेले का जो जो आमीन जूस है उसे भी पीने वाले लोग होते हैं। എന്നാൽ ഹൃദയം ഇന്നും കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന അനേക ക്രൈസ്തവർ നമ്മുടെ നടുവിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. परंतु आज भी ऐसे कई लोग हैं जो ऐसे सब काम करते तो हैं, परंतु उनकी आंखें और हृदय बंद हैं। ऐसे ईसाई कहने वाले नामधारी लोग बहुत आज अपने आसपास में दिखाई देते हैं। അതിന്റെ അടയാളമാണ് ഈ 40 ദിവസവും എല്ലാ ഉപവാസവും കഴിഞ്ഞിട്ട് 41 ദിവസവും ഉയർപ്പിന്റെ ദിവസം കാണിക്കുന്ന എന്തെല്ലാം എന്തെല്ലാം ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और उसका एक चिन्ह के रूप में हम आप ये बात देख सकते हैं कि 40 दिन वे लोग नामधारी ईसाई लोग जो है उपवास करते हैं, यीशु का कष्ट के बारे में बोलते हैं, करते हैं, परंतु 41वें दिन में जब ये सब उसमें से बाहर निकल कर आते हैं तो जो भी वचन विरुद्ध कार्यों को वो आमीन समाज के बीच में करके दिखाते हैं, इन सारी बातों को हम देखते हैं। അതുകൊണ്ട് ആ ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ദേശത്തൊക്കെ നടക്കുന്ന കാര്യമാ, കണ്ട് മനസ്സിലാക്കുവാൻ കഴിയും, കേട്ട് മനസ്സിലാക്കാൻ കഴിയും. എത്ര എത്ര അൻഡമാൻസിലാണ് കപ്പൽ നിറച്ചാണ് വൈൻ കൊണ്ടൊന്ന് നിറച്ച് അവർ ബിസിനസ് നടത്തുന്നത്. എന്നാ യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. परंतु अमीन इस बात को हम अमीन देखते आ रहे हैं, अंडमान में भी क्यों ना हो, अमीन यीशु मसीह के पुनरुत्थान के दिन के बाद लोग अमीन जो हैं बड़े बड़े जहाजों में भर भर कर शराब के बोतलों को लाकर यहाँ पर व्यापार करते हैं, बिजनेस करते हैं। तो अमीन इस प्रकार से अमीन नामधारी ईसाई लोगों का कार्य होता है। तो वचन हमें बहुत स्पष्ट रीति से बताता है, जो आमीन शराब पीते हैं वो परमेश्वर के आमीन स्वर्ग राज्य का वारिस नहीं होगा। ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരും യേശുവിനെ കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചും സംസാരിച്ച് വഴി നടക്കുമ്പോ യേശു കൂടെ നടക്കുന്നു, പക്ഷെ യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. यहाँ एमोस की ओर जाने वाले जो चेले हैं, ये भी आपस में बातचीत करते हुए यीशु मसीह के बारे में ही चर्चा करते हुए चल रहे हैं। यीशु उनके साथ चल रहा है, लेकिन वो यीशु को पहचान नहीं कर पाया। ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ, കണ്ണിനെ ദൈവം തുറന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. मैं परमेश्वर का धन्यवाद करता हूं कि मुझे सुनने वाले आप लोगों का हृदयों को, आंखों को परमेश्वर ने खोल दिया है। इस कारण से ആരെങ്കിലും അല്ലാതെ രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ, കണ്ണു തുറക്കട്ടെ. യേശുവിനെ കാണേണ്ടതുപോലെ കാണുവാൻ ദൈവം നമുക്ക് ബുദ്ധിയും ജ്ഞാനവും തരട്ടെ.
यदि कोई भी ऐसे उद्धार के अनुभव ना पाए हुए लोग यहाँ पर बैठे हैं, तो आज हमारी प्रार्थना यह है कि आपकी आंखें खुल जाएं, आपके हृदय खुल जाएं। आप जिस प्रकार से यीशु को समझना चाहिए, जैसे जानना चाहिए, वैसे जानने का एक अवसर आपके जीवन में होने दे। അവര് നടന്ന് 7 മൈൽ നടന്ന് എമ്മോസ് ഗ്രാമത്തിലെത്തിയിരിക്കുക. और वे चलते चलते 7 मील दूरी में पार करते हुए अब जो है एमोस नामक उस स्थान में वे पहुंच चुके हैं। ഇതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. इसके 28वें पद में इस प्रकार से हम देख पाएंगे, അവർ അവർ പാർക്കുന്ന അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. और 28वें पद में इस प्रकार से लिखा है, इतने में वे उस गांव के पास पहुंचे जहां वे जा रहे थे, और उसके ढंग से ऐसा जान पड़ा कि वह आगे बढ़ना चाहता है, परंतु उन्होंने यह कहकर उसे रोका, हमारे साथ रहे, क्योंकि संध्या हो चली है और दिन अब बहुत ढल गया है। तब वह उनके അവരുമായി साथ रहने ഭക്ഷണത്തിൽ के लिए भीतर ഇരിക്കുമ്പോൾ गया। അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. जब वह उनके साथ भोजन करने बैठा, तो उसने रोटी लेकर धन्यवाद किया और उसे तोड़कर उनको देने लगा, तब उनकी आंखें खुल गईं। 7 മൈല് കൂടെ നടന്നിട്ടും കണ്ണ് തുറന്നിട്ടില്ല. 7 मील साथ में चले, तब भी उनकी आंखें खुली नहीं थी। എന്നാൽ വചനം വാഴ്ത്തി കൊടുത്തപ്പോൾ, ഭക്ഷണം വാഴ്ത്തി കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. लेकिन जब वचन आमीन, जब धन्यवाद करके तोड़कर उनको दिया, जब रोटी उनको तोड़कर दिया, तब उनकी आंखें खुल गईं। കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കും. അപ്പോഴേ നമുക്ക് യേശുവിനെ അറിയാൻ പറ്റത്തുള്ളൂ. जब सही प्रभु का वचन जब आपके हृदय में आएंगे, आपके हृदय की आंखें खुल जाएगी, तब ही आप परमेश्वर को अपने जीवन में पहचान कर पाएंगे। 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവനവർക്ക് അപ്രത്യക്ഷനായി. അവർ പിന്നെ സംസാരിക്കുക. ഇടാ നമ്മളോട് ഈ വഴിയിൽ സംസാരിച്ചപ്പോൾ അവൻ ആത്മാവിനോട് വാദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഹൃദയം ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരുന്നു. എന്നിട്ട് നമ്മുടെ കണ്ണ് തുറന്നില്ലല്ലോ, ഇത് യേശുവാണെന്ന് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് അവർ തന്നെ പിന്നെ സംസാരിക്കുന്നതായിട്ട് കാണുന്നു. उसके 36वें आयत में हम पढ़ते हैं, तब उनकी आंखें खुल गई, उन्होंने उसे पहचान लिया और वह उनकी आंखों से छिप गया। उन्होंने आपस में कहने लगा कि जब वे मार्ग से हमसे बातें कर रहे थे, पवित्र शास्त्र का अर्थ हमें समझाता था, हमारी मन उत्तेजना से आमीन भर रहे थे, इस बातों की वे आपस में चर्चा कर रहे हैं। നോക്കണേ പ്രിയ സഹോദരി സഹോദരന്മാരെ, അവരെന്തായെന്നറിയാം? 33-ാം വാക്യം. ആ നാഴികയിൽ തന്നെ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. और अगले आयत में 33वें आयत में लिखते हैं, वे उसी घड़ी उठकर यरूशलेम को लौट गया और उन 11 के साथियों के साथ इकट्ठा पाया। അവര് ക്ഷീണിച്ചാണ് സന്ധ്യാസമയത്ത് യാത്ര തിരിച്ചത്. वे बड़े थके हुए अनुभव में शाम को अपने यात्रा में वे पहुंचे थे। ഇനി ഒരിക്കലും യെരുശലേമിലേക്ക് പോകുന്ന ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല. अब कभी भी यरूशलेम को लौट कर जाएंगे, इसका एक उम्मीद उनके बीच में नहीं रहा। എന്നാൽ യേശുക്രിസ്തു വാഴ്ത്തി കൊടുത്ത് അപ്പം ഭക്ഷിച്ചപ്പോൾ അവരുടെ സന്തോഷം മാറി, ജീവിത जब അനുഭവം മാറി. जब यीशु मसीह ने आमीन उस रोटी को धन्यवाद करते हुए तोड़कर जब उनको दिया, तो उनके जीवन का जो कष्ट का अनुभव या थकावट का अनुभव बदल गया। ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു ദർശനത്തോടെ അവർ മടങ്ങി ഓടുകയാണ്. और उसी क्षण वहां पर लिखा हुआ है, उसी घड़ी वे उठकर, यीशु मसीह जो है जी उठा है, उस वायदे को प्राप्त करते हुए वे दौड़ कर जा रहे हैं। ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്ക് നിരാശയുടെ കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. जब वे आमीन यरूशलेम से लौट कर आ रहे थे, तब उनके पास से केवल निराशा की बातों को कहने के लिए था। ഇപ്പോഴവർക്ക് ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശയുടെ വചനം അവരുടെ ഉള്ളിലായി. अब जो है उनके अंदर एक बड़े आमीन आशा का और एक बड़े कारण उनके पास अब आया हुआ है।
ക്ഷീണിച്ചിരിക്കുന്നവരെ പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. और थके हुए लोगों के अंदर परमेश्वर की आशा को उत्पन्न करने वाला एक ऐसा अनुभव उनके जीवन में परमेश्वर ने दिया। അവര് അവിടെ യെരൂശലേമിൽ യാത്ര തിരിക്കുമ്പം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് സ്ത്രീകൾ പറയുന്നത് കേട്ടതേ ഉള്ളൂ. ഇപ്പോഴവര് ആ യേശു ഉയർത്തെഴുന്നേറ്റത്തിന്റെ സാക്ഷികളായി തീർന്നു. और जब वो यरूशलेम में खड़े थे तो यीशु मसीह जी उठा है कर कर बहनों के द्वारा गवाहियों को उन्होंने सुना था। अब तो उन्होंने अपने जीवन में जान गया है कि परमेश्वर आमीन वास्तव में जी उठे हैं। അതുകൊണ്ട് അവർ രാത്രിയോ പകലോ നോക്കാതെ തിരിച്ചു ഓടുകയാണ്. और इसलिए वे रात या दिन के बारे में ना सोचते हुए फिर से वे लौट कर जा रहे हैं। നമ്മൾ അനേക ക്രൈസ്തവരുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ ഉത്സാഹമില്ല. और आमीन अनेक मसीहों के जीवन में आज जो है एक आत्मिक रीति से जो उत्साह और प्रोत्साहन होना चाहिए वो आज दिखाई नहीं देता है। എല്ലാം ഒരു നിരാശയുടെ ഭാവത്തിലാണ് സഭയിൽ പോകുന്നത് പോലും. और आमीन आज जो है अधिकतर लोग जो कलीसियाओं में जाते हैं बड़ी निराशा का अनुभव में वे जा रहे हैं। 10 മണിക്ക് ആരാധന തുടങ്ങുമ്പോൾ 11 മണിക്കാ ചെല്ലുന്നത്. कलीसिया 10 बजे शुरुआत होती है परंतु 11 बजे को वे वहां पर पहुंचते हैं। സമയത്തിന് ആരാധനയ്ക്ക് പോലും പോകാത്ത അനേകം ക്രൈസ്തവരുണ്ട്. समय पर आराधना में नहीं जाते हैं ऐसे बहुत सारे मसीह लोगों को हम अपने जीवन में देख पाते हैं। ചെന്നില്ലെങ്കിൽ പാസ്റ്റർ ഫോൺ വിളിച്ച് ചോദിക്കും, അതുകൊണ്ട് വേണ്ടി പോകുന്ന അനേകരുണ്ട്. और ऐसा भी लोग हम देखते हैं कि ना जाए तो पासबान फोन कर कर सवाल करेंगे, इस कारण से वे लोग चले जाते हैं। പോകുമ്പോൾ അതും ഇതുമൊക്കെ പറഞ്ഞ് നിരാശയോടെ പോകുന്ന അനേകരുണ്ട്. और बोलने के जाने के समय में भी यहाँ वहां की बातों को बोलकर निराशा के साथ जाने वाले बहुत सारे लोग होते हैं। എന്നാൽ എമ്മൗസിലെ ശിഷ്യന്മാരിപ്പോ മടങ്ങി ഓടുകയാ. परंतु यम्मुस के जो चेले हैं अब बड़े उत्साह के साथ दौड़ कर वे लौट कर जा रहे हैं। അവർ യേശുവിനെ നേരിട്ട് കണ്ടവരാ. उन्होंने यीशु मसीह को अपने जीवन में आमने सामने उन्होंने देख लिया है। നമുക്ക് പലപ്പോഴും ആത്മീയമായി മന്ദത വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? हमें हमारे जीवन में कई बार आत्मिक रीति से जो शून्यता का अनुभव आने का कारण क्या है जानते हैं? യേശുവുമായിട്ട് നേരിട്ടൊരു ബന്ധം ഉണ്ടായിട്ടില്ല. यीशु मसीह के साथ कई बार हमारा एक सीधा संपर्क नहीं हो पाया है। നിങ്ങളെ ശുശ്രൂഷിക്കുന്ന തോമസൺ പാസ്റ്ററോട് ചോദിച്ചിട്ട് താൻ എന്തുകൊണ്ടാ നാട് വിട്ട് ബോംബെ വന്ന് കഷ്ടം അനുഭവിച്ച് ഇത്രത്തോളം ശുശ്രൂഷയൊക്കെ ചെയ്ത് കാരണം എന്താ? തനിക്ക് യേശുവായിട്ടൊരു ബന്ധത്തിലേക്ക് വരാനിടയായി. और आप के बीच में सेवकाई करने वाले थॉमसन पास्टर से आप पूछे क्यों वो अपने देश अपने स्वदेश को छोड़कर मुंबई में आकर इतने कष्ट उठाकर प्रभु की सेवकाई को कर रहे हैं। इसका कारण यह है कि उन्होंने परमेश्वर को अपने जीवन में अनुभव कर चुका है, इस कारण से वे करते हैं। അനേക ദൈവദാസന്മാര് മിഷണറിമാര് കഴിഞ്ഞ കാലങ്ങളിൽ സ്വദേശം വിദേശത്തു നിന്ന് ഇന്ത്യയിൽ വന്ന് കഷ്ടം അനുഭവിച്ച ശുശ്രൂഷിക്കാൻ കാരണം യേശുവുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ടായി, ദർശനമുണ്ടായി. हमें अनेक जो परमेश्वर के दास लोग जो हैं मिशनरी लोग जो हैं अपने अपने गांव अपने देश छोड़कर अमेन भारत में आकर प्रभु की सेवकाई को किए। कारण क्या है पूछे तो उनके जीवन में यीशु मसीह के साथ एक विशेष संबंध को अनुभव किया है। ഇന്ന് അനേക സഭകളിലും എന്താണ് സംഭവിക്കുന്നത്? സന്തോഷത്തോടെ അല്ല ആരാധനയ്ക്ക് വരുന്നത് പോലും. आज अनेक कलीसियाओं में क्या होते हैं ऐसे अमीन पूछा जाए तो बिना खुशी के साथ वे आराधना में आते हैं। വന്നു കഴിഞ്ഞ് വർഷിപ്പ് ലീഡർമാരൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ഉയർത്തി ഉണർത്തി ഉണർത്തി ഒരു പാട്ട് 3 പ്രാവശ്യം പാടി കഴിയുമ്പോൾ ചെറിയൊരു അനക്കം വെക്കും. और आने के पश्चात आराधना का दल जो है लोगों को जगा के उनको अमीन प्रोत्साहन दिला के एक गाना 2-3 बार गाने के पश्चात थोड़ा बहुत अमीन जगने वाली अनुभव में वे आ जाते हैं। അത് യഥാർത്ഥ ഒരു സംഭവമല്ല, ട്രംപിന്റെ കീബോർഡിന്റെ എല്ലാ ശബ്ദത്തിൽ നമ്മൾ ഇളകിപ്പോയതാ. और वो सही में एक जागृति का अनुभव नहीं रहता है परंतु ड्रम और वो पियानो बजाने का कारण से होने वाला एक भावनात्मक विकार है वो। യഥാർത്ഥത്തിൽ ദൈവാലയത്തിൽ എങ്ങനെ പോകണമെന്ന് അറിയാമോ? सही रीति से परमेश्वर के आराधनालय में किस प्रकार से जाना है आप जानते हैं? उसके फाटकों में प्रवेश करूंगा धन्यवाद के साथ, उसके आंगनों में स्तुति करूंगा।
मैं कहूंगा एक दिन यहोवा ने बनाया, मैं यहोशुआ की आनंदित किया. പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ നിന്ന് ആരാണ് കർത്താവേ ഞങ്ങൾക്ക് എന്നാൽ ഒരുമിച്ച് ആരാധിപ്പാൻ, ഒരുമിച്ച് സന്തോഷിപ്പാൻ കൃപ തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദേവാലയത്തിലേക്ക് ചെല്ലണം. आप घर से निकलते समय ही बड़े प्रार्थना के साथ आपको निकलना है कि प्रभु आज हमें इकट्ठा मिलकर होकर प्रभु की आराधना करने का एक अच्छा अनुभव हमें देना, ऐसे एक प्रार्थना आपके जीवन में हमेशा रहना है। അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടെ ക്ഷീണിച്ച് വന്നവരും ബലം പ്രാപിക്കും. और ऐसे आप जब जाते हैं तो आपके बीच में थके हुए लोग भी जब आएंगे वे प्रभु में बल प्राप्त कर पाएंगे। അതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. और यही प्रभु का वचन जो है हमें समझाता है, हमें सिखाता है। ഇപ്പോൾ അവർക്ക് രാത്രി ഒന്നൊരു പ്രശ്നമൊന്നുമല്ല, അർദ്ധരാത്രി പ്രശ്നമല്ല. അവര് യബൂസും യെരൂശലേമിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ ക്ഷീണിച്ചിരിക്കുന്നവരെ ദൈവദാസന്മാര് ശിഷ്യന്മാരുണ്ട്. അവരോട് പറയുക, യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. और यहाँ अब उनको रात हुआ है इसका कोई फिक्र नहीं है। उसी घड़ी वे लोग यरूशलेम की ओर लौट कर जाते हैं। वहां पर थके हुए परमेश्वर के दास लोग बैठे हुए थे, उन्हीं को जाकर बताते हैं कि हमने जी उठा यीशु मसीह को अपने आंखों के सामने देखा है। ഇതാണ് സാക്ഷ്യം. यही है सच्ची गवाही। നമ്മൾ യേശു നമുക്ക് വേണ്ടി ചെയ്തതിനെ വർണ്ണിക്കുവാൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലമുണ്ടാകും. और यही हमारा सच्ची गवाही है कि जब यीशु मसीह ने हमारे लिए जो कुछ किया है उसी के बारे में जब हम दूसरों को गवाही देते हैं तो थके हुए लोगों का हृदय में एक प्रोत्साहन और एक आश्वासन परमेश्वर उत्पन्न कराता है। അതിന് 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്. उसके 36वें आयत में इस प्रकार से हम पढ़ते हैं, ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. और वे ये बातें कह ही रहे थे कि वह आप ही उनके बीच में आ खड़ा हुआ और उनसे कहा, तुम्हें शांति मिले। പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദർശനമുള്ളവര് ഒരുമിച്ച് കൂടുമ്പോ കർത്താവ് അവരുടെ നടുവിൽ വരാമെന്ന് അടുക്കൽ വരാമെന്ന് പറഞ്ഞു വന്നിരിക്കും നിശ്ചയമായിട്ടും. और प्रिय भाई बहनों, ये बात को ध्यान रखना है, दर्शन पाए हुए लोग एक साथ जब इकट्ठे होते हैं तो उनके बीच में वायदा किया हुआ परमेश्वर है कि मैं उनके बीच में उपस्थित रहूंगा। वो प्रभु जरूर हमारे बीच में, आमीन, वो आएगा। പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞു, ഇച്ചിരി എടുത്തോളാൻ പറഞ്ഞു, ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ ഈ കേട്ട വചനത്തെ ധ്യാനിക്കണം. നമുക്കൊരു ദർശനം ആവശ്യമാണ്. അന്ത്യകാലമാണ്. നമ്മുടെ യേശുവിനെ കുറിച്ച് കേട്ടാ മാത്രം പോരാ, കഥയിൽ കേട്ടാ പോരാ. യേശുവിനെ കുറിച്ചുള്ള കഥയല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും കഥയല്ല, സത്യമാണ്. ആ യേശുവിനെ കുറിച്ചൊരു നേരിട്ടൊരു എന്താ പറയുക എൻകൗണ്ടർ. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ ആ രാത്രിയോ പകലോ ബോംബെയോ അണ്ടമാനോ എവിടാന്ന് പറഞ്ഞല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി കാണുന്നവരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു അവരുടെ നടുവിൽ നിൽക്കും. അങ്ങനെ എന്റെ മനസ്സിലേക്ക് എന്നെ അയച്ച് യേശുവിനെ കുറിച്ച് 52 വർഷമായി ചെറിയവരോടും വലിയവരോടും സാക്ഷിക്കുന്നു. ആ യേശു താൻ തന്നെ അവർക്ക് തെളിയിച്ചു കൊടുത്തിരിക്കുകൊണ്ടാണ് ഇത്രത്തോളം കാലം ദൈവം നമ്മളെ സഹായിച്ചത്, ഞങ്ങളെ സഹായിച്ചത്, നിങ്ങളെ സഹായിക്കുന്നത്. और बहुत सारे बातें आपको बताना है लेकिन समय समाप्त हो रहा हूं। लेकिन एक बात मैं आपको बताना चाहता हूं कि यीशु मसीह के बारे में कथा कहानियों को केवल ध्यान में रखने के लिए नहीं, परंतु यीशु मसीह का एक सीधा दर्शन हमारे जीवन में होना जरूरी है, एक अनुभव हमारे जीवन में होना जरूरी है। उसी के लिए इन दिनों में हमें प्रयास करें, हमें फिर से प्रभु से प्रार्थना करें। अब तक परमेश्वर ने इस आमीन अनुभवों को, इस गवाहियों को अनेक लोगों के जीवन में बांटने का अवसर हमें दिया। एंडमैन्स में भी हमें यहाँ रहकर प्रभु ने किए हुए कार्यों को वर्णन करने के लिए प्रभु अवसर देता है। आपको भी अपने जीवन में प्रभु ऐसी सहायता करे, ये हमारी प्रार्थना है। ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा परमेश्वर हम सभी को आशीष देने पाए। ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. वायदा किया हुआ परमेश्वर वायदाओं में विश्वास योग्य ठहरता है। ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. मैं तुम्हें अनाथ नहीं छोड़ने वाला हूँ। നിങ്ങളുടെ അടുക്കൽ വരും.
तुम्हारे पास आने वाला परमेश्वर हूँ। ബോംബെയിൽ വരും, बॉम्बे में आने वाला परमेश्वर है वो। ആൻഡമാൻസിൽ വരും, अंडमान में भी आने वाला ജയിൽ परमेश्वर है वो। ജയിലിൽ വരും. आप जेल में हो तो वहां पर उतर നിങ്ങളെ आने वाला परमेश्वर है। നിങ്ങൾ കർത്താവുമായിട്ട് ഒരു കൂട്ടായ്മയിൽ നിലനിൽപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവദാസൻ തോംസൺ പാസ്റ്റർക്കും ഫ്രാൻസിസ് സാജൻ ബ്രദറിനും ഇത് കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.